ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എഗ് ബിരിയാണി, അതേപോലെ തന്നെ ഒരു വടുപുളി നാരങ്ങ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്കത് തലവേദനയൊക്കെ വരുമ്പോൾ അതൊക്കെ കൂട്ടുമ്പോൾ ഭയങ്കര തലവേദന കുറയണ പോലെ തോന്നുന്നൊരു സംഭവമാണ്. നാരങ്ങ കഴിച്ചാൽ കുറയും കേട്ടോ, മൈഗ്രെയിൻ തലവേദന. അങ്ങനെ എന്താ അതിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് കാരണം വടുപുളി നാരങ്ങ ഉണ്ടാക്കുന്നുണ്ട് സാധാരണ പോലെ തന്നെ. പിന്നെ ചെമ്മീൻ ബിരിയാണി, ലൈക്ക് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ചെമ്മീൻ കിട്ടിയെങ്കിൽ എനിക്ക് ചെമ്മീൻ ബിരിയാണി വലിയ ഇഷ്ടമാണ്. നമ്മൾ ഫിഷ് ബിരിയാണി വെച്ചില്ലേ സൺഡേയിൽ, അപ്പം അതിൻ്റെ അരി അത്ര നല്ലതായിരുന്നില്ല. ചേട്ടാ റേറ്റ് കൂടുതലും വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞു, പക്ഷേ വെച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോരാ. അപ്പോൾ ശ്രീവിടം പറഞ്ഞു നല്ല കുഞ്ഞ അരിയുള്ള ബിരിയാണി ഒരു ദിവസം വയ്ക്കാമേന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ അപ്പം അങ്ങനെ ഇന്നലെ ചെറിയ അരി വാങ്ങിച്ചുകൊണ്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു എഗ് ബിരിയാണി വയ്ക്കാം, ഏതായാലും കൂട്ടുകാർക്ക് കാണിക്കണ്ടല്ലേ, അങ്ങനെ വിചാരിച്ചു. പ്ലെയിൻ ആയിട്ടുള്ള ബിരിയാണി കേട്ടോ. എഗ് ബിരിയാണി എന്നൊന്നും പറഞ്ഞുകൂടാ, ബിരിയാണി പ്ലെയിൻ ആയിട്ടുള്ള ബിരിയാണിയാണ്. എന്തിൻ്റെ കൂടെയും ഇത് പോവും. ഒരു എന്തെങ്കിലും മസാലക്കറി അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക തൈരും അച്ചാറും മാത്രം കൂട്ടി കഴിക്കുക, അത്ര ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് കേട്ടോ. പക്ഷെ അരി നല്ലത് വാങ്ങിക്കണം, ആ കാര്യത്തിൽ സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നായിട്ട് ഇന്ന് ആദ്യത്തെ ജോലിക്ക് പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം ആദ്യത്തിന് ചേട്ടനും പോയിട്ടില്ല. ചേട്ടൻ പോയി, എന്നിട്ട് ഉച്ചയായപ്പോൾ തിരിച്ചു പോന്നു. ചേട്ടന് ആദ്യത്തിനും കൂടി വന്ന വണ്ടി ചെറുതായിട്ട് ഒരു വലിയ കുഴിയിൽ വീണു എന്നാണ് പറഞ്ഞു. ചേട്ടൻ ബ്രേക്ക് പിടിച്ചപ്പോൾ നിന്നില്ല, വണ്ടി പറഞ്ഞു. ഭാഗ്യത്തിന് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. ചേട്ടൻ്റെ ഇവിടെ അങ്ങനെ ചതഞ്ഞിട്ട് നല്ല വേദന, കൈ പൊന്തിക്കാൻ ശരിക്കും പറ്റുന്നില്ല. പിന്നെ തൊടയമ ചതഞ്ഞു. ആദ്യത്തിൻ്റെ കാലിൻ്റെ കണ്ണി ഭാഗത്തും മുട്ടുമ്മയൊക്കെ തിരിച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫുൾ ഡേ റെസ്റ്റ് എടുത്തു. ചേട്ടൻ വലിയ കാര്യത്തിലൊക്കെ പോയി, എന്നിട്ട് ഉച്ചയായി പോന്നു. അതിനിടയ്ക്ക് ശ്രീയോട്ട് വാതിലോട് നോക്കിയതാട്ടോ. അപ്പോൾ ഭയങ്കര ചിരിച്ചിട്ട് കൊണ്ടുനടന്നു. ഞാൻ ഈ വിശേഷം കൂട്ടുകാരോട് പറയില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തോ ഭാഗ്യത്തിന് ദൈവം രക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി. പിന്നെ ഇവിടെ വലിയ വണ്ടി വന്നപ്പോൾ ഇല്ല. ഇപ്പോൾ അത് കാരണം ചേട്ടൻ അതിനെ കൊണ്ടുവരാൻ പോകുമ്പോൾ എന്നെ ഭയങ്കര ടെൻഷനായിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ ഭയങ്കര സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, അത്ര സ്പീഡിൽ വണ്ടി പോകുന്ന ആളല്ല ഒക്കെയാണ്. പക്ഷേ കഷ്ടകാലം ആയിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത് കാരണം അന്ന് എനിക്ക് വെറുതെ ഇങ്ങനെ മനസ്സിൽ ഇവർ വരാൻ നേരം വൈകിയപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാവോ. ഞാൻ കുറേ ഇവിടെ നിന്ന് ഓം നമഃ ശിവായൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരുന്നു. ദൈവത്തിനെ വിളിച്ചതുകൊണ്ട് എന്തോന്ന് അറിയില്ല. വന്നപ്പോൾ ഒരു 15 മിനിറ്റ് ഒരു വൈകി. അപ്പോൾ എനിക്ക് വൈകി കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോ, നമ്മളെ അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഇവരെ കാത്തിരിക്കണവരാണല്ലോ. അപ്പോൾ വൈകിയപ്പോൾ ഞാനിങ്ങനെ കുറേ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് അടുക്കളയിലേക്ക് പോയപ്പോഴേക്കും ഒരു വന്നു. അപ്പോൾ കുഞ്ഞൊരു ആക്സിഡൻറ്റ് പറ്റിയമ്മയെന്ന് പറഞ്ഞിട്ട് വന്നത് കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിശേഷം പറയണ പോലെ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് എഴുതാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, പോവാം. നോക്കാം എപ്പോഴാ വന്നപ്പോ ഞാനൊരു കാലത്ത് ഇറങ്ങുന്നു വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കാൻ വെച്ചിട്ട് പോയിട്ടാ. അപ്പം ഞാൻ സ്ഥിരം വാങ്ങിക്കാറുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ മീൻകാരൻ ഇല്ല. അപ്പോൾ പിന്നെ അപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മീനൊന്നും അത്ര പോരാ. അപ്പോൾ തിരിച്ചു പോന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യത്തിന് ചേട്ടനോട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കുന്നത്, അതായത് അവൻ്റെ ചേട്ടനോട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബജ്ജി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ അപ്പോൾ ഒന്നും കൂടി ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് കാരണം ചേട്ടൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ശ്രീകുട്ടൻ വന്ന നേരത്ത് ഞാൻ പിന്നെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളപ്പോൾ ബജ്ജിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വരുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ, അവൻ വീട്ടിലിരുന്ന കാരണം കൊണ്ട് അവൻ വിശക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പറഞ്ഞയച്ചതാണ്. ഇവർക്ക് ബജ്ജിയാണ് ഏറ്റവും ഇഷ്ടമുള്ള. എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ ബജ്ജിയാണ് കേട്ടോ. ബജ്ജി, പിന്നെ കപ്പലണ്ടിയും പിന്നെ ലൈസൊക്കെ കഴിക്കും. മാഗി ഇപ്പോൾ വലിയ ഇഷ്ടമില്ലാണ്ടായി. എന്താ വെച്ചാൽ എനിക്ക് വയ്യാണ്ടായ സമയത്തൊക്കെ മിക്ക ദിവസം ഒരു വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം മാഗി ആയിരുന്നു. അത് കാരണം കൊണ്ട് ഇപ്പോൾ വലിയ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ മാറ്റം പിടിച്ചു. ഇപ്പോൾ ബജ്ജി ആകുമ്പോൾ ബൈക്ക് ഓടിക്കാൻ ഇപ്പോൾ ശ്രീകുട്ടൻ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് പോയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ, നടന്ന് പോയിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ പിള്ളേർ വലുതായി വരില്ലേ, അപ്പോൾ ഓരോ മാറ്റങ്ങൾ വരും. നമുക്ക് വേറെ ഓപ്ഷനില്ല. എനിക്ക് മുളക് ബജിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പക്ഷേ ഞാൻ മുളക് ബജി പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ ആദ്യം കായ ബജി എടുത്തു. പിന്നെ എനിക്ക് വിശപ്പ് മാറി, ഞാൻ മുളക് ബജി ഒന്നും കഴിക്കാൻ ഇരുന്നില്ല.
ആവശ്യം കഴിഞ്ഞില്ലെങ്കിൽ അതൊരു കളഞ്ഞൂടെ ഇത് മുട്ടപ്പുലിന്റെ ബിരിയാണി ഉണ്ടാക്കുന്നത് എഗ് ബിരിയാണി കേട്ടാ മസാല ഇല്ലാണ്ട് എഗ് റോസ്റ്റ് ഉണ്ടാക്കിയ അങ്ങനെ മതിയാ ബിരിയാണി ഞാൻ 12 വെച്ചോക്കും ഞാൻ അന്നേരം കൊണ്ടുവന്നു അത് കിട്ടുള്ളൂ 10 പൊളിഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്നേ മസാല ഒന്നും ഇല്ലാണ്ട് ബിരിയാണി വയ്ക്കാം ചെറിയ രസമുണ്ടാവും അങ്ങനത്തെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ തരും അങ്ങനെ തക്കാളി സവോള വിനാഗിരി വെച്ച് ഇത് ഇടാനായിട്ട് പക്ഷേ എല്ലാം കൂടി ചിലപ്പോൾ ഒരു സെവനപ്പം അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ട് കുപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ചീത്ത പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സംസാരിച്ചു, കുറേ നേരമൊക്കെ സംസാരിച്ചു. കുറച്ച് സംസാരം മാത്രമാണ് ഇതിലിട്ടിട്ടുള്ളത്. പിന്നെ എഗ് ബിരിയാണി അല്ല, പ്ലെയിൻ ബിരിയാണി കേട്ടോ. എഗ് റോസ്റ്റും പ്ലെയിൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുക്കർ വെച്ചതും ചൂടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് സവോള അരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു സവോള ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് അത് അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ സ്ലൈസർ ഉള്ളത് കാരണം കൊണ്ട് സവോള അരിയാന്ന് പറയുന്നത് എനിക്കൊരു പണിയേ അല്ലാണ്ടായി. അതുവരെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. തൃശ്ശൂരൊക്കെ വെച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സവോള ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ നല്ലോണം ഗ്രേവിയൊക്കെ വേണ്ടേ. അപ്പോൾ നല്ലോണം സവോള കിടക്കണം. അപ്പോൾ എത്ര നേരം ഇരുന്നിട്ടാണ് ഞാൻ അന്നൊക്കെ അരിയാറ്. പിന്നെ അതുമല്ല, നമുക്ക് പ്രാക്ടീസ് കുറവല്ലേ. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിനൊക്കെ പ്രാക്ടീസ് കൂടുമ്പോൾ വേഗം സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചു എന്നുള്ളൂ. ഞാൻ കുക്കർ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കണമൊന്നുമില്ല. വേറെ വലിയ പാത്രം എടുക്കേണ്ട മടിക്ക്. അപ്പോൾ അതാ ഇത്തിരി ഓയിലും പിന്നെ കുറച്ച് കൂടുതൽ നെയ്യ് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തു. പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മസാലകളും കേട്ടോ. എന്താ പറയുക, ഏലക്കായ, തക്കോല ഉണ്ടായിരുന്നില്ല, ബേ ലീഫ്, കരയാമ്പൂ, കറുകപ്പട്ട, അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു സവോള ഞാൻ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അപ്പോൾ സവോള ഞാൻ ഫ്രൈ ആക്കി ചേർക്കണില്ല, പകരം ഇത് നല്ല ഫ്രൈ ആവണ രീതിയിൽ ഇപ്പം തന്നെ ആക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വാടിയതിൻ്റെ അത് ടേസ്റ്റ് കിട്ടുകയും ചെയ്യല്ലോ. അപ്പോൾ അതിലേക്ക് ഉപയോഗിക്കേണ്ട വെള്ളം ഞാൻ അപ്പം തന്നെ തിളപ്പിക്കാനായിട്ട് അപ്പുറത്ത് വെച്ചു. കെറ്റിൽ 2 ദിവസമായിട്ട് കേടായിരിക്കുകയാണ്. കെറ്റിലെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പ്ലഗ് ചെയ്യണ ഒരു സംഭവം കേടായി. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് വണ്ണേൻ്റെ ഇടയിൽ അടുത്ത ബാക്കിയുള്ള സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നിറയെ സാധനങ്ങൾ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണ പോലെ തോന്നി. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല വൃത്തിയാവും. പിന്നെ ഞാൻ ആ ഡാൽഡ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വാങ്ങിച്ചതല്ല, ഫിഷ് ബിരിയാണിക്ക് അന്ന് ബിരിയാണി കിറ്റ് വാങ്ങിച്ചില്ല, അതിലുണ്ടായിരുന്നതാണ്. പിന്നെ ഞാനിതിൽ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡാൽഡയൊന്നും ഉപയോഗിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയില കേട്ടോ. പുതിനയിലും മല്ലിയിലൊക്കെ എന്തായാലും വേണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യൊക്കെ വേണം കേട്ടോ. പിന്നെ കളറ് ഞാൻ വൈറ്റ് ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേ നാളായി മസാല വെച്ചിട്ടുള്ള ബിരിയാണികൾ ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബിരിയാണി കഴിക്കുന്ന ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ്. പക്ഷെ വെച്ച് നോക്കിയപ്പോൾ കിടിലനായിരുന്നു കേട്ടോ. പറഞ്ഞ് കൂട്ടുകാരെ കൊതിപ്പിക്കുകയാണ് അല്ലേ. ഞാൻ ആദ്യം 1/2 കിലോ വെക്കണം എന്ന് വിചാരിച്ചേ. പക്ഷെ ആദ്യം വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ആ എക്സസൈസൊക്കെ ചെയ്തിട്ട് ഭയങ്കര വിശപ്പാത്രം. ഒക്കെ വെച്ചോ, ഞാനൊക്കെ കഴിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. വിചാരിച്ചിട്ട് ഇത്തിരി കൂടുതൽ കഴിച്ചു. പിറ്റേ ദിവസം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം വാലാനായിട്ട് വയ്ക്കാനായിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഊറ്റി എടുക്കുകയാണ് കേട്ടോ. അത് കുറച്ച് നേരം വെള്ളം വന്നിട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുത്തു. അപ്പോൾ വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചോറൊക്കെ നല്ല വേവ് കൂടിയ ചോറുണ്ണാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അവർ വറുത്തെടുക്കാണ്ടിരിക്കുകയാവും നല്ലത്. അവർക്ക് ഇത്തിരി നന്നായിട്ട് വേവണമല്ലോ. പിന്നെ നല്ല മണിമണിയായിട്ട് കിടക്കുന്ന ചോറുണ്ണാൻ ഇഷ്ടമുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ വറുത്തിട്ട് വയ്ക്കുമ്പോൾ. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേഗം എടുത്തുകൊണ്ട് അതൊന്ന് തോല് പൊളിച്ചു. അതിനിടയ്ക്ക് ആദ്യത്തെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു വന്നു കേട്ടോ. അതിൻ്റെ കൈയും കാലൊക്കെ വേദനയില്ലേ. അപ്പം ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആരെയും സഹായത്തിന് വിളിച്ചില്ല കേട്ടോ. ഞാൻ തന്നെ എല്ലാതും ചെയ്തു. സമയം പിടിക്കും, അതാണ് പ്രശ്നം. കുറേ നേരം ആവില്ല നമുക്ക്. പിന്നെ വേഗം ആ കുക്കർ കഴുകിയെടുത്തിട്ട് എനിക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആ കുക്കർ ആവശ്യമുണ്ട്. അത് കാരണം വേഗം കഴുകിയെടുത്തു. കുക്കറിലടിച്ചിട്ട് നമ്മൾ സവോളയും തക്കാളിയും വെക്കില്ലേ, അങ്ങനെ എഗ് റോസ്റ്റ് ഉണ്ടാക്കില്ല, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹോട്ടൽ രീതിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അതിൽ തക്കാളി സവോള അത്രയും നന്നായിട്ട്
നന്നായിട്ട് വഴണ്ട് ഉടഞ്ഞൊരു പരുവാവണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ എയർ കളഞ്ഞ് തുറക്കാം. അതവിടെ വെച്ചു. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വറവായി. ഇതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ചു. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് വിസിലടുപ്പിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഈ കുക്കറും കൂടി അടുപ്പത്ത് വെച്ചു കേട്ടോ. തക്കാളി സവാളയും കൂടി എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വയ്ക്കണില്ലേ, അതും കൂടി അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ മുട്ട തോല് പൊളിക്കാനുണ്ട്, അത് വേഗം തോല് പൊളിക്കാനായിട്ട് വെച്ചു കേട്ടോ. എല്ലാ സാധനങ്ങളും അതിനുള്ള ഇടയിലൊന്ന് ഒതുക്കി വെക്കുകയാണ്. അടുക്കള ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അലങ്കോലം വേണ്ട, ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒതുക്കി അത് സ്ഥാനത്ത് കൊണ്ട് വെച്ച് പിന്നെ എഗ്ഗൊക്കെ തോല് പൊളിച്ച് എടുത്തു. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വേവ് കൂടിയും തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും മിക്സ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ അരിയുടെ പാകം അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്, അരിയുടെ സ്വഭാവം അനുസരിച്ചിട്ട്. അപ്പോൾ ദമ്മിടുന്നതിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് അടച്ച് വിസിലിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള വേവ് അവിടെ ഇരുന്ന് വെന്തോളും. നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. പിന്നെ എനിക്ക് ആ ബിരിയാണിയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ട് കൂടുതൽ വേണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ഇടണം. മഞ്ഞ കളർ ആക്കണവർക്ക് മഞ്ഞ കളർ ആക്കാം കേട്ടോ. ഇതൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ച് ഇതിലാണ് ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത വെളിച്ചെണ്ണ ഉപയോഗിച്ചാലൊന്നും കുഴപ്പമില്ല. അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഞാൻ മുന്നേ ചതച്ച് ഇങ്ങനെ പേസ്റ്റ് പരുവാക്കി ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇതിൽ കൂടുതലായിട്ടിട്ടു. ബീഫ് മസാലയാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി, ചിക്കൻ മസാല വേണ്ട. എപ്പോഴും എഗ് റോസ്റ്റിലേക്ക് ബീഫ് മസാല ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ സവോളയും തക്കാളിയൊക്കെ അവിടെ ഒരു എയർ അടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ വിസിൽ കളഞ്ഞിങ്ങോട്ട് ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു. വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സവോളയും തക്കാളിയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. പിന്നെ ഇതങ്ങോട്ട് വറ്റണം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് കിടന്ന് അങ്ങോട്ട് വറ്റണം. അടുപ്പാണെങ്കിൽ പെട്ടെന്ന് വറ്റി കിട്ടും, നമുക്ക് നല്ല അടിപൊളിയല്ലേ. കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടിയും ഇതിൽ മുറിച്ചിട്ടു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മുട്ട പുഴുങ്ങിയത് ഇങ്ങോട്ട് ഇട്ടും. മുട്ട എനിക്ക് മുഴുവനോടെ ഇടുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിലും എഗ് റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ മുറിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റും കൂടി ആ ഗ്രേവിയിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വറ്റട്ടെ. അപ്പോഴേക്കും ഞാൻ വടുകപ്പുളി നാരങ്ങ എടുത്തുകൊണ്ട് വന്നു. കണ്ടിട്ട് ആദ്യം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ബിരിയാണിയിലേക്കൊരു അച്ചാറും ആവുമല്ലോ. അപ്പം ഞാൻ പിന്നെ എന്തായാലും ഉണ്ടാക്കി എളുപ്പത്തിലിട്ടാ. അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെയൊന്നല്ല, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ തലേദിവസം ഉണ്ടാക്കണ തട്ടിക്കൂട്ടൊരു അന്ന് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറുണ്ടല്ലോ, ആ അച്ചാറാണ് ഉണ്ടാക്കണത്. അപ്പം നന്നായിട്ട് തോല് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ല മഞ്ഞ കളറുള്ള തോലൊക്കെ വെച്ചാൽ കളയണം നിർബന്ധമൊന്നുമില്ല. ഞാൻ തോലൊക്കെ ചെത്തി. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് മിക്സ് ചെയ്തു. ചോറ് പൊടിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ പാത്രത്തിലിട്ട് മിക്സ് ചെയ്തോളൂ. ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അരിയുടെ വേവും അതുപോലെ അരിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയും ഇട്ട് വീണ്ടും ഒന്ന് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിക്കോട്ടെ, നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്നിട്ട് വീണ്ടും മൂടി വെച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ആരും കഴിക്കാനായിട്ട് വന്നിട്ടില്ല, ബജിയൊക്കെ കഴിച്ച് വിശപ്പ് മാറിയിരിക്കല്ലേ. എഗ് റോസ്റ്റും നന്നായിട്ട് വറ്റി. അവസാനം അതിലേക്ക് കുറച്ചും കൂടി മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ എഗ് റോസ്റ്റും നമ്മുടെ ബിരിയാണിയും അങ്ങനെ റെഡിയായി. ഇനി കഴിക്കേണ്ട കാര്യമുള്ളൂ. തൈര് ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു. എൻ്റെ നാരങ്ങ അരിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വേഗം അത് അരിഞ്ഞ് എടുത്തു. ഇനി അപ്പം അത് അരിഞ്ഞുകൊണ്ടിരിക്കലേ നമ്മുടെ ആദ്യത്തെ വിശക്കണമെന്ന് പറഞ്ഞ് വന്നു. അപ്പം ഞാൻ പിന്നെ ഇതായിട്ടുണ്ടല്ലോ, ശ്രീകുട്ടൻ വന്നില്ല, ശ്രീകുട്ടന് വിശക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യത്തിന് ഞാൻ വേഗം വിളമ്പി കൊടുത്തു. അമ്മീനെ അവിടെ പോയിരുന്നു കഴിഞ്ഞു. അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് കേട്ടോ അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞത്. അച്ചാറുണ്ടാക്കി കഴിയുന്നവരെ അവിടെ ഇരുന്നു. ഞാനൊരു ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച നാരങ്ങ, അതിലെന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു. കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും, നല്ല ഫ്രഷ് കറിവേപ്പില വേണം, അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ടാൽ കാശ്മീരി ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായി വെളിച്ചെണ്ണ കേട്ടോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കൈ കൊണ്ട് ഞെരടണയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തോളാം. കായപ്പൊടി ഇല്ലാണ്ട് ഞാൻ ആദ്യം ചെയ്ത് നോക്കി, പക്ഷേ എനിക്കപ്പോൾ ടേസ്റ്റ് ശരിക്കും കിട്ടിയില്ല. അപ്പം ഞാൻ വീണ്ടും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തു. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. ആദ്യത്തിന് ശ്രീകുട്ടനും പറയണേ എന്തു നല്ല ടേസ്റ്റ് അമ്മ. ശ്രീകുട്ടൻ പറയുന്നുണ്ട് അമ്മ ഇതുപോലത്തെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്ക്, എന്തൊരു ടേസ്റ്റ് അമ്മ ഉണ്ടാക്കണ അച്ചാർ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാറുണ്ടാക്കി വിൽക്കണ കാര്യം ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരോടാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അത് ആ മുട്ടയൊക്കെ വെച്ച് ഞാൻ ഇതേപോലെ എടുത്തു, ചെറിയ പാത്രം എടുത്തു കേട്ടോ. ഞാൻ അച്ചാർ ഇട്ടിട്ട് ഞാൻ പോയിരുന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആ ശ്രീകുട്ടൻ ഇപ്പോൾ വിശക്കണില്ല എന്ന് പറഞ്ഞു. ആദിത്യൻ കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. അതിനിടയ്ക്ക് കുറേ തുണികൾ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു തുണികൾ എത്ര ഉണങ്ങിയാലും വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ് കിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ മുറ്റത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ വെയിൽ കൊള്ളുന്നുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുകയെന്ന് വെച്ചാൽ വെയിൽ കാണുമ്പോൾ വേഗം ഒന്നെടുത്ത് ചൂടാക്കി കണ്ടിട്ട് നമുക്ക് മടക്കി വയ്ക്കാം. പക്ഷേ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ വെയിൽ കൊള്ളുന്ന സമയമൊന്നും നോക്കാൻ പറ്റില്ല, ആകെ സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇവിടെ 2-3 അഴയ്ക്ക് കിട്ടി. ഇവിടെ തന്നെ കെട്ടിയതിൻ്റെ കാരണം മുകളിൽ കെട്ടാം, നമ്മുടെ ബെഡ്റൂമിൽ കെട്ടുകയൊക്കെ ചെയ്യാം. മുകളിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ വാൾ ഫാനാണ്, അത് കാരണം ശരിക്കും കാറ്റ് കിട്ടില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ റൂമിൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ, ഒന്ന് കിടക്കണ നേരത്ത് നിറയെ അവിടെ ഇവിടെയും തുണികൾ കിടക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചു. ആകെ മൾട്ടി കളറാന്ന് ഇന്നാൾ കമൻറ്റ് കണ്ടു. ഹോള് കാണുമ്പോൾ സോഫ വേറെ കളറ്, തലേണകൾ വേറെ കളറ്, നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ഒക്കെ വേറെ മൾട്ടി കളർഫുള്ളല്ലേ. ഇരിക്കട്ടെ, നമ്മുടെ ജീവിതം ഇതുപോലെ കളറാവട്ടെ അല്ലേ. അങ്ങനെ ഡ്രസ്സുകൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഡ്രസ്സുകളൊക്കെ ഇട്ടു കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു നൂലായിരുന്നു, വേറെ നൂലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് കെട്ടി. തുണികൾ ഇനിയും കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനും കൂടിയുണ്ട്. അപ്പോൾ അത് മടക്കി വയ്ക്കും കൂടി വേണം. അപ്പോൾ ഇതൊക്കെ വിരിച്ചിട്ടിട്ട് നേരെ ഞാൻ കൂട്ടുകാരോട് ഒരു ഹായ് പറഞ്ഞതാട്ടാ. നേരെ ഞാൻ മുകളിലേക്ക് പോയി തുണികളൊക്കെ എടുത്ത് എപ്പോഴും ഈ ഡെസ്കുമ്മയാണ് ഇടുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒഴിവ് തരം പോലെ ഞാൻ പോയി മടക്കി വയ്ക്കലാണ് ചെയ്യുക. പിള്ളേരുടെ ഡ്രസ്സ് മടക്കി അവിടെ തന്നെ വയ്ക്കും, പിന്നെ ചെല്ലുമ്പോഴേക്കും തട്ടിയിട്ടുണ്ടാവും കേട്ടോ. അലമാരിയിൽ ആകെ കുത്തിമറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അലമാരി ഒരു ദിവസം ഒതുക്കണം, ആകെ അലങ്കോലമായിട്ട് ഇരിക്കുക. എൻ്റെ അലമാരി അതെ, പിള്ളേരുടെ അലമാരി അതെ. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അലമാരിയൊക്കെ ഒന്ന് ഒതുക്കിയില്ലെങ്കിലേ ആകെ അങ്ങോട്ട് തട്ടി മറിഞ്ഞ് വീണ പോലെ ആവുമല്ലോ. അങ്ങനെ തുണികളൊക്കെ മടക്കൽ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് പോരേ. അങ്ങനെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ജോലികൾ കഴിഞ്ഞിട്ടല്ല, ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച എൻ്റെ ജോലികൾ കഴിഞ്ഞു. ഇനിയും ജോലികളുണ്ട്, ബാത്റൂം കഴുകാനും മാറലടിക്കാനും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ നമുക്ക് ജോലി ചെയ്യാനാണോ പഞ്ഞം. ജോലി ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇഷ്ടംപോലെ ജോലി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ജോലി ചെയ്യൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് പറയാം. അപ്പോൾ ഓക്കെ.